It's day 2 in 2 or 3. Day 3 in Ljubljana. ഹലോ, വെൽക്കം ടു അവർ ഡേ 3 ഇൻ സ്ലൊവേനിയ. നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കേവ് കാസലായ പ്രജാമ കാസലും ലോകത്തിലെ പഴയ വലിയ കേവ് ഫോർമേഷൻസിൽ ഒന്നായ പോസ്റ്റോന കേവ്സും ആണ്. പിന്നെ നമുക്ക് ഡേ 2 മിസ് ചെയ്ത ലുബ്ലിയാന സിറ്റിയിലെ ബാക്കി സ്പോട്ട്സും ഒക്കെ ഇന്ന് കാണാം. Let's start. ഇന്ന് നമ്മൾ വണ്ടേഴ്സ് ഓഫ് സ്ലൊവേനിയ എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 അട്രാക്ഷൻസ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെന്റ് കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും രാവിലെ തന്നെ എഴുന്നേറ്റ് ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഓൺ ടൈമിൽ റെഡിയായി ഇറങ്ങി. Good morning. It's day 2 in 2 or 3. Day 3 in Ljubljana. Again, good morning. This is day 3 in this beautiful city of Ljubljana. നമ്മൾ ഇന്ന് പോകുന്നത് one of the most interesting landmarks in Slovenia. One is Predjama Castle, മറ്റേത് Pošćona Caves. Predjama Castle is the largest cave castle in the world, and ഈ Pošćona Caves is like one of the oldest cave formations. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു ഡേ ട്രിപ്പിലാണ് നമ്മൾ പോകുന്നത്. And just like the one we did 2 days back with To Do in Slovenia team, അവരുടെ തന്നെ വേറൊരു പാക്കേജാണിത്. ആൻഡ് ഇതൊരു ഹാഫ് ഡേ ട്രിപ്പായിരിക്കും. ലൈക്ക് വിൽ ബി ബാക്ക് ഇൻ ലൈക്ക് 2 PM. കോസ്റ്റ് വന്നിട്ട് ഒരാൾക്ക് 109 euros ആണ്. ആൻഡ് ഫോർ അന്നു ഇറ്റ്സ് ലൈക്ക് ഹാഫ് പ്രൈസ്. ബട്ട് altogether ഒരു 250 അണ്ടറിൽ നിൽക്കും. ബട്ട് വി ഹോപ്പ് വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം ദെയർ ആൻഡ് വിൽ ഷെയർ ദി എക്സ്പീരിയൻസ്. Also you can see the experience in this video. Guys, are you excited? Okay. Yes, and we are in the car, ready to go for another adventure. യെസ്, ഇന്ന് കുറച്ചുകൂടെ എക്സൈറ്റഡ് ആണ്. കുറച്ച് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കേവ് ആയതുകൊണ്ട് ഈ പൊള്ളുന്ന ചൂട് കുറച്ച് കഴിയുമ്പോൾ കാണാം എന്താണ് അവസ്ഥ. സമ്മർ അല്ലേ, you never know what's going to happen. That's true. Are you excited? Yeah. Okay, then see you first in Predjama Castle. Yes. That is not Predjama Castle, it's Predjama Castle. Sorry. See you next in Predjama Castle. Predjama Castle. ഡേ 1 ലേക്ക് ബ്ലഡും മിൻക ഗോജിയും ഒക്കെ നമ്മളെ കൊണ്ടുപോയ സെയിം ടീമിന്റെ തന്നെ വേറൊരു ഡേ ട്രിപ്പാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. സ്ലോവേനിയയുടെ കുറച്ച് സൗത്ത് സൈഡിലായിട്ടാണ് ഈ പോസ്റ്റോജന റീജിയൻ. കാറിലാണെങ്കിൽ ലുബ്ലിയാനയിൽ നിന്നും അറൌണ്ട് 1 hour ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ റോഡ്സ് എല്ലാം കുറച്ചും കൂടി വൈൻഡിങ് ആണ്. സോ ചിലർക്കൊക്കെ കാർ സിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ ടൂർ ഗൈഡ് ഇടയ്ക്ക് ചില സ്ഥലത്തൊക്കെ നിർത്തി ഇവിടുത്തെ ജോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസിനെ പറ്റിയും എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കേവ്സ് ഒക്കെ ഫോം ആയതെന്നും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒരുവിധം ഞങ്ങൾ വേൾഡ്സ് ലാർജസ്റ്റ് കേവ് കാസലായ പ്രജാമ കാസലിലേക്ക് എത്തി. ഞങ്ങൾ പല ടൈപ്പ് കാസൽസ് യൂറോപ്പിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കേവ് കാസൽ ഇത് ആദ്യമായിട്ടാണ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഇതിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ. പുറമേ നിന്ന് കാസൽ കാണുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇംപ്രസ്ഡ് ആകും. ഇറ്റ്സ് മജസ്റ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ. ഈ കാസലിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് നമ്മുടെ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ടൂർ ഗ്രൂപ്പ് തന്നത് പ്രജാമ കാസൽ ആൻഡ് പോസ്റ്റോജന കേവ്സ് രണ്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ ടിക്കറ്റ് ആണ്. ആൻഡ് ഇതിന് ഏകദേശം 50 euros ആണ് ഓൺലൈനിൽ ടിക്കറ്റ് റേറ്റ് വരുന്നത്. കാസലിന്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഓഡിയോ ഗൈഡ് ഡിവൈസ് കിട്ടും.
അത് വെച്ച് ഇതിനകത്ത് ഓരോ റൂമിൻ്റെയും കോറിഡോറിൻ്റെയും സിഗ്നിഫിക്കൻസ് ഒക്കെ നമുക്ക് കേട്ടോണ്ട് നടക്കാം. ഒരു കേവ് കാസലിൽ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ അകത്ത് നല്ല തണുപ്പാണ്. ആൻഡ് ഓരോ റൂമും ഓരോ ലെവലിലാണ്, കൂടാതെ ഇഷ്ടം പോലെ സ്റ്റെപ്സും. കുട്ടികളായിട്ടും ബേബി സ്ട്രോളറായിട്ടും ഒക്കെ ഇവിടെ വരുന്നവർ ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ തന്നെ എണീറ്റ് ഒരുങ്ങി ഇറങ്ങി വന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ അന്നുവിൻ്റെ മൂടൊന്ന് ഓണായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്ത് അന്നുവിനെ ബോറടിപ്പിക്കാതെ ഒന്ന് ഓടിച്ച് കണ്ട് പുറത്തിറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഈ കാസലിനകത്ത് ഒരു ഹാഫ് ഡേ എടുത്ത് എക്സ്പ്ലോർ ചെയ്യാനും മാത്രം റൂംസും പല സംഭവങ്ങളും ഉണ്ട്. ബട്ട് അതിനൊക്കെ പറ്റിയൊരു മൂഡും എനർജിയും കൂടി വേണം എന്ന് മാത്രം. Around the dining room. We are inside the Prajama Castle. ഈ കാസലിൻ്റെ ഒരു റൂം അവരൊരു സുവനീർ ഷോപ്പാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ട്രിപ്പിൻ്റെ ഓർമ്മയ്ക്ക് ഒരു മാഗ്നറ്റ് വാങ്ങിയത്. This is also good. Oh. I see something here. We're going out. Yeah, done. We are done. We're done and going out. Yeah. ഇതവിടെ ഊരി കൊടുക്കണം അല്ലേ? അന്നു, keep it there. Keep it there, Anu. Anu, this thing. Anu, this thing. Anu. Tu sais où il est? Ouais. Tu l'as retrouvé? Yours, yours. Ah ben non. Ah oui, ben non. How was it? Really beautiful. And ഇതിനകത്ത് കുറച്ച് തണുപ്പാണ്. ഇന്നത്തെ ട്രിപ്പിൽ കാസലിനെക്കാളും ഞങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് പോസ്റ്റോന കേസ് കാണാനാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് എനർജി അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്തേക്കാന്ന് വെച്ചു. കാസൽ വിസിറ്റിന് ഞങ്ങൾക്ക് അലോ ചെയ്ത ടൈമിന് മുന്നേ തന്നെ ഇറങ്ങിയോണ്ട് ഇതിന്റെ പുറത്തുള്ള ഷോപ്സിലൊക്കെ ഒന്ന് കറങ്ങാൻ കുറച്ച് ടൈം കിട്ടി. സ്ലൊവേനിയയുടെ ഇത് ഭയങ്കര ഇതാണ് ആക്സിലോറോ പെഡ്ജാമ കാസിൽ. നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലം. And we are back to the van after exploring Predjama Castle. Hello, and Anu is having her favorite ice cream. How was the castle? Good. Good? Good? Yeah. Good to know. So, that was the world's largest cave castle for you guys. അടുത്ത പോകുന്ന സ്ഥലമാണ് പോസ്റ്റോജന കേവ്സ്. It's not a castle, it's a cave. Yeah, cave, but a castle built into the cave.
caves. സ്ലൊവേനിയയിൽ വന്നാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ പോസ്റ്റോന കേവ്സ്. ബട്ട് ഇവിടെ വരുവാണെങ്കിൽ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ. ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ്സ് എല്ലാം നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഞങ്ങളുടെ എൻട്രൻസ് ടിക്കറ്റ് ഈ ടൂർ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ നടക്കാനുണ്ട്. ആൻഡ് വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഇതിൻ്റെ മറ്റേ സൈഡിൽ മാത്രമേ കാണുള്ളൂ. സോ അതൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതിനകത്ത് നല്ല തണുപ്പാണ്. സോ എത്ര സമ്മർ സീസൺ ആണെങ്കിലും ഇവിടെ വരുമ്പോൾ ജാക്കറ്റ്സ് കയ്യിൽ കരുതണം. ഇല്ലെങ്കിലും പേടിക്കേണ്ട, ഒരാൾക്ക് €6 കൊടുത്താൽ ഇവിടെ ഈ കേപ്പ് പോലത്തെ ഒരു ജാക്കറ്റ് റെൻറ്റിന് കിട്ടും. പോസ്റ്റോന കേവ്സിലെ ഫസ്റ്റ് ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ എൻട്രൻസ് തൊട്ട് കേവ് ഫോർമേഷൻസ് വരെ നമ്മളെ കൊണ്ടുപോകുന്ന ഈ കേവ് ട്രെയിൻ. Hermione. ഹാരി പോട്ടറിലെ അണ്ടർഗ്രൗണ്ട് കേവ് ട്രെയിനിലെ ഈ ഒരു റൈഡ് മാത്രം മതി ഈ വിസിറ്റ് വർത്താക്കാൻ. അതുപോലെയാണ് ഈ കേവിൻ്റെ അകം സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഫീച്ചേഴ്സ് ഉള്ള കേവ് ഫോർമേഷൻസ് ഒക്കെ ലൈറ്റ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള കറങ്ങി തിരിഞ്ഞുള്ള യാത്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ലോകത്തിലെ തന്നെ ഒരേ ഒരു ഡബിൾ ട്രാക്ക് കേവ് റെയിൽ സിസ്റ്റമാണിത്. 3.7 കിലോമീറ്റേഴ്സ് വരുന്ന ഡിസ്റ്റൻസ് ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ഈ ട്രെയിൻ കവർ ചെയ്യും. ഇയേഴ്സ് മുന്നേ ആണ് ഈ കേവ് ഫോർമേഷൻസ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുന്നത്. ആൻഡ് ഈ 200 ഇയേഴ്സിൽ 40 മില്യൺ വിസിറ്റേഴ്സ് ഈ കേവ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവരുടെ ഒരു കണക്ക്. 1872 ലോകത്തിലെ ആദ്യത്തെ കേവ് റെയിൽവേ സിസ്റ്റമായ ഈ അണ്ടർഗ്രൗണ്ട് റെയിൽവേ ഓപ്പൺ ചെയ്യുന്നത്. മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഈ കേവ്സ് ഓപ്പൺ ആണ്, ഇൻക്ലൂഡിങ് ഹോളിഡേയ്സ്. കുട്ടികൾക്കും ഡിസബിലിറ്റീസ് ഉള്ളവർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Step of the train to the right side. How was it? I thought there was mud. How was it? I thought there was mud. No, there's not. Daddy? Wait. Wait, Annie, wait. Okay, let's continue walking, please. Follow me. Are we going to see the Archipelago next? I was going to see the Archipelago next. Later. Later, We're gonna see maybe. them later, yes. Then who made these?
ട്രെയിനിൽ വരുന്ന ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാൻ ഒരു ടൂർ ഗൈഡ് ഉണ്ട്. ഈ കേവ്സിലെ കാഴ്ചകളൊക്കെ കണ്ട് അവരുടെ കൂടെ നടന്നു പോയാൽ മാത്രം മതി. ഓരോ പോയിന്റിലും ഓഡിയോ ഡിവൈസിലൂടെ ഈ കേവ് ഫോർമേഷൻസിന്റെ ഹിസ്റ്ററിയും സിഗ്നിഫിക്കൻസും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പല ഡിസൈനിലും പാറ്റേണിലുമുള്ള ഈ ഫോർമേഷൻസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് ഫോം ആയതെന്നാണ് കരുതപ്പെടുന്നത്. See how big the caves are, the formations are. It takes 100 years to grow 1 centimeter of this stone. I know. You know? Very good. Yeah, I have a story now. You gotta take a No, you gotta not take a video. Gotta not take a video. ഇത് ഞാൻ ഓൾറെഡി കേട്ടതാ. ഇതെന്തോ റഷ്യൻസ് എന്തോ ബിൽഡ് ചെയ്ത ബ്രിഡ്ജാണത്. You're not almost done. കേവ്സിൻ്റെ അകത്ത് നല്ല തണുപ്പാണ് ആൻഡ് കുറച്ചധികം നടക്കാനും ഉണ്ട്. 1.5 കിലോമീറ്റർ ആണ് ഈ കേവ് ടൂറിൽ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ്. ബട്ട് ഇത് കവർ ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിന്ന് അന്യൂനെ ഓരോന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്താണ് ഈ ട്രെയിൽ കംപ്ലീറ്റ് ആക്കിയത്. What a beauty, man. നേച്ചറിന് ഇത്രയും കഴിവുണ്ടായിരുന്നു മനസ്സിലാവും. എന്താ അല്ലേ, എന്ത് ഭംഗി കാണാൻ. ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നല്ല. These are called spaghetti.
This is the end. ഈ ഒരു കേവ് ഫോർമേഷൻ ഇതിനകത്ത് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷനാണ്. ഇതിൻ്റെ പേരാണ് സ്കൈ സ്ക്രേപ്പർ. 16 മീറ്റേഴ്സ് ഹൈറ്റ് ഉള്ള ഈ ഫോർമേഷൻ 150,000 ഇയേഴ്സ് എടുത്താണ് ഫോം ആയതെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ നടന്ന് ഏകദേശം 80 to 90% കവർ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കേവ്സിലെ മറ്റൊരു അട്രാക്ഷൻ്റെ അടുത്തെത്തുന്നത്. ഈ കേവ്സിലെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആയിട്ടുള്ള ഓൾം എന്ന ഒരു സ്പീഷീസ്. കണ്ടാൽ ആക്സിലോഡൽ എന്ന സ്പീഷീസിനെ പോലെ തന്നെ ഇരിക്കും. ബട്ട് ഈ ജീവികൾക്ക് കണ്ണുകളൊന്നുമില്ല ആൻഡ് മോസ്റ്റ്ലി ഡാർക്ക് പ്ലേസസിലാണ് സർവൈവ് ചെയ്യുന്നത്. പണ്ട് ഇതിനെ ബേബി ഡ്രാഗൺ ആയിട്ടാണ് ആളുകൾ കരുതിയിരുന്നത്. ഇവിടുത്തെ ഈ ഗ്ലാസ് കേസിൽ 6 ഓൾംസ് ഉണ്ട്. ഇരുട്ടത്ത് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാൻ പറ്റും. ഇവിടെ ഇതിന് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഈ ഓൾമിന് ഒരു മാസ്കോട്ട് ആയിട്ടാണ് ഈ പോസ്റ്റോന കേവ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇഷ്ടംപോലെ സൊവനീസ് ഈ ഓൾമിൻ്റെ ഷേപ്പിൽ വാങ്ങാൻ കിട്ടും. ഈ കേവ് ടൂർ എൻഡ് ചെയ്യുന്നിടത്ത് വേൾഡ്സ് ഓൺലി കേവ് പോസ്റ്റ് ഓഫീസും ഉണ്ട്. ഇവിടുന്ന് പോസ്റ്റ് കാർഡൊക്കെ അയക്കാനും ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നൊരു ഓൾമിൻ്റെ ഷേപ്പിലുള്ള ഒരു 3D പ്രിന്റഡ് ഗ്ലോ ഇൻ ദ ഡാർക്ക് മാഗ്നറ്റ് സുവനീർ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കേവ് ടൂർ കഴിഞ്ഞ് തിരിച്ച് എൻട്രൻസിലേക്ക് പോകാൻ നമ്മൾ വന്ന ട്രെയിൻ തന്നെ എടുക്കണം. തിരിച്ചു പോകുന്നത് മോസ്റ്റ്ലി വേറൊരു റൂട്ടിലാണ്. ശരിക്കും ഒരു ഔട്ട് ഓഫ് റിയാലിറ്റി എക്സ്പീരിയൻസ് ആണ് കേവ്സിനകത്ത് വന്നാൽ കിട്ടുന്നത്. സ്ലോവേനിയയിൽ വന്നാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഈ പോസ്റ്റോന കേവ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ലൈഫിൽ ഒരിക്കലെങ്കിലും പറയുന്നതാണോ, ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം കാണും. വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ അറിയില്ല. How was the experience? Oh, show me the axolotl. I think this is better, right? Yeah, it's better. അങ്ങനെ കേവ് ടൂർ കഴിഞ്ഞ് പുറം ലോകം എത്തി. അന്നുവിനൊരു ഓൾമിൻ്റെ പ്ലഷി ടോയും വാങ്ങി ഇവിടെയുള്ള കടയിലൊക്കെ കയറി ഇറങ്ങി ഒരു സ്നാക്സും കഴിച്ച് ഈ ഡേ ട്രിപ്പ് നമുക്ക് അവസാനിപ്പിക്കാം. Hey. Hello. Day 3.5 in Ljubljana. 20.5. നമ്മള് Boba. ഓക്കെ നമ്മളിന്ന് എവിടെയാണ് പോകണു? Boba shop. ഫസ്റ്റ് മേ ബി ബോബ ഷോപ്പ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മളൊരു ഫെനിക്കുലർ എടുത്തിട്ട് ലൂബ്ലിയാന കാസിലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാം. ഈ കാസിലിൽ കയറേണ്ട കാര്യമില്ല, ബിക്കോസ് വി ആർ ഡൺ വിത്ത് കാസിൽസ്. പക്ഷേ ഇവിടുത്തെ ഈ ഫെനിക്കുലർ കുറച്ച് യുണീക്കാണ്. ലൈക്ക് ഫുൾ ഓഫ് ഗ്ലാസ് കവേർഡാണ്. നല്ല വ്യൂസ് ആയിരിക്കും. ഇന്നത്തെ ഡേ ട്രിപ്പ് ലേക്ക് ബ്ലഡിലേക്ക് പോയ ട്രിപ്പിൻ്റെ അത്രയും ഡ്യൂറേഷൻ ഇല്ലായിരുന്നു. ഏകദേശം 2 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ആൻഡ് ഏകദേശം 3 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ റെഡിയായി ല്യൂബ്ലിയാനിൽ കാണാൻ ബാക്കി വെച്ച സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പിന്നെയും പുറത്തിറങ്ങി. ഡേ 2 നമ്മൾ മിസ്സാക്കിയ ല്യൂബ്ലിയാന കാസിലാണ് ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ. ബട്ട് അതിനു മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിച്ചാലോ? ഇന്ന് പോയി കഴിക്കാനായിട്ട് 1-2 സ്പോട്ട്സ് നേരത്തെ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ സ്പോട്ടാണ് ഒരു കൊറിയൻ കപ്പിൾ നടത്തുന്ന ഒരു കൊറിയൻ കഫേ. ഒരു ഫുൾ ഡേ കറങ്ങി നടന്ന് ടയേർഡായിട്ട് ഇവിടെ വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഫുഡെല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു.
ഇവിടുത്തെ പോപ്പുലർ ഐറ്റംസ് എല്ലാം ഓരോന്ന് ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സൈഡിൽ നിന്ന് തുടങ്ങി. Are you happy? Yeah. What's her name? Lily. ഞങ്ങളുടെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഷോപ്പിങ്ങിന് പറ്റിയ ഒരു പ്ലേസ് ആണ് ലൂബ്ലിയാന. ഇഷ്ടംപോലെ ക്യൂട്ട് സ്റ്റോഴ്സും ബൊട്ടിക്സും ഒക്കെ ഉണ്ട് ഇവിടെ. സോ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞ് കുറച്ച് റിയൽ ഷോപ്പിംഗ് ആൻഡ് വിൻഡോ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ എഗെയിൻ ഒരു പോപ്പുലർ സ്പോട്ടായ ബോബ ടീ ഷോപ്പിലേക്ക് പോയി. Then you look a lady like Mama. Yeah. Boba? Oh my God. Show me. What is this? Not bad, babies. Oh, wow. Like it? Yeah. ഭയങ്കര ഇഷ്ടമാണ്. Wow, nice. തണുപ്പ് കുറവാ. I like it. Look at that. Look at how people are going. ആൻഡ് ഫൈനലി നമ്മൾ ലുബ്ലിയാന കാസിലിന്റെ എൻട്രൻസിലെത്തി. ഈവനിങ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. യൂറോപ്പിലുള്ള മിക്ക കാസിലുകളിലെയും പോലെ ഇവിടെയും ഒരു ഫ്യൂണിക്കുലാർ വെച്ച് പോകാൻ പറ്റും. ജസ്റ്റ് ഫ്യൂണിക്കുലാർ മാത്രം യൂസ് ചെയ്യാനാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് 6 യൂറോസും ഫാമിലി ആയിട്ടാണെങ്കിൽ 15 യൂറോസും ആണ് റേറ്റ് വരുന്നത്. ഫ്യൂണിക്കുലാർ പ്ലസ് കാസിൽ വിസിറ്റ് ചെയ്യാനായിട്ട് ഒരാൾക്ക് 16 യൂറോസ് ആണ് ടിക്കറ്റ് റേറ്റ്. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇനിയൊരു കാസിലും കൂടെ വിസിറ്റ് ചെയ്യാനുള്ള എനർജി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി ലുബ്ലിയാനയുടെ നല്ല വ്യൂസ് ഒക്കെ കണ്ടിട്ട് വരാം. ലെവൻത്ത് സെഞ്ച്വറിയിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു കാസിൽ കോംപ്ലക്സ് ആണിത്. കയറി വരുമ്പോൾ തന്നെ കുറേ ഡ്രാഗൺ സ്കൾപ്ചേഴ്സും റെഫറൻസസും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു മിഡീവൽ കാസിലാണെങ്കിലും നല്ലൊരു മോഡേൺ ഔട്ട്ലുക്ക് ഈ കാസിലിനുണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് ഒരു സ്ലൊവേനിയൻ ഹിസ്റ്ററി ബേസ്ഡ് എക്സിബിഷൻ ഉണ്ട്. പിന്നെ ഒരു പപ്പട്രി മ്യൂസിയം, ബെൽ ടവേഴ്സ്, പല ടൈപ്പ് തിയേറ്റർ ഷോസ്, അങ്ങനെ പലതും. ഇവിടെ ഒരു ഗാലറിയും പിന്നെ ഒരു വാച്ച് ടവറും ഒക്കെ ഉണ്ട്. ഇവിടേക്കൊക്കെ ഫ്രീ എൻട്രൻസ് ആണ്. ഞങ്ങൾക്ക് ഇത്തവണ ഇത് മിസ്സായി. ബട്ട് നെക്സ്റ്റ് ടൈം വരുവാണെങ്കിൽ ഒരു ഹാഫ് ഡേ എങ്കിലും സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം.
ലുബ്ലിയാന സിറ്റിയുടെ ഒരു നല്ല വ്യൂ കിട്ടാനും പിന്നെ കുറച്ച് നേരം സൺസെറ്റ് ഒക്കെ കണ്ട് റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരു സ്പോട്ടാണ് ഈ കാസിൽ. ഇവിടെ ടിക്കറ്റ് ഇല്ലാതെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസും ഉണ്ട്. സോ അതൊക്കെ കണ്ട് ഒരു 1-2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റും. Anu, what are you looking at? City. Ljubljana. Loopy. Enter. Därför var de på heden. Yeah, we are on top of Ljubljana Castle. അപ്പോൾ ഇതൊക്കെയാണ് ലുബ്ലിയാന കാസിലെ വിശേഷങ്ങൾ. വലിയ പ്ലാൻസ് ഒന്നും ഇല്ലാണ്ട് ഈവനിങ് ചുമ്മാ ഇറങ്ങി നടക്കാൻ പറ്റിയൊരു സിറ്റിയാണ് ലുബ്ലിയാന. നല്ല റൊമാൻറ്റിക് ആൻഡ് പീസ്ഫുൾ നൈറ്റ് വൈബ്സും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കാസിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത ശേഷം ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒരു ഷോപ്പിൽ കയറി മേക്ക് യുവർ ഓൺ ഐസ്ക്രീം കോൺസെപ്റ്റിൽ ഒരു കസ്റ്റം ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഡേ 3 വിശേഷങ്ങൾ. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഡേയ്സിലെ വിശേഷങ്ങൾ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.